അനിനെ മനുവിന് വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ഔസേപ്പച്ചനും ഒക്കെ ഫുഡ് കഴിക്കാൻ വരുവാണ്. വൈകിട്ട് ഫുഡ് കഴിക്കാൻ വരുമ്പോഴത്തേക്കും ഡൈനിങ് ഹാളിൽ നമ്മുടെ വാഷ് ബേസിൽ ഫുഡ് കൈ കഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആൻസി. അപ്പോൾ ആൻസിയോട് ചോദിക്കുന്നുണ്ട്, ആൻസി എന്ത് പിള്ളേരൊക്കെ എന്ത് ഇവിടെ ആരും കാണുന്നില്ലെന്ന് പറയാം. ചേട്ടാ, പിള്ളേരെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ലോ, അവരെല്ലാം ഇപ്പോൾ അടുക്കളയിലാണ് താമസവും ഫുഡും കാര്യങ്ങളെല്ലാം എന്ന് പറയുന്നത്. ആണോ? ഇത് ശരിയാകത്തില്ലോ എന്നുള്ള പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഒറ്റപ്പെട്ടു പോയ അവസ്ഥയാണല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് കസേര വലിച്ചവിടെ ഇരിക്കുമ്പോഴത്തേക്ക് കസേര വലിച്ച് ഇരിക്കുകയാണ്. എല്ലാവരും ഇരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ആൽബർട്ട് പറയുവാണ്, ഇത് ഭയങ്കര പ്രശ്നമായി പോയല്ലോ ചേട്ടാ, നമുക്കിപ്പം ഇവിടെ ആളും ഇല്ല എണ്ണമില്ല, നമ്മളിപ്പോൾ പിള്ളേരുമായിട്ട് സന്തോഷിച്ച് ജീവിക്കാൻ നോക്കിയിട്ട് പിള്ളേരിപ്പം നമ്മുടെ വശത്തല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ റോബിച്ചൻ പറയുന്നുണ്ട്, അനുഭവിച്ചോ നിങ്ങളല്ലേ വന്നറിഞ്ഞ അവളെ എതിർക്കണം, അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം, അവൾ നമുക്ക് ചേരുന്നതല്ല, ഈ കുടുംബത്തിൽ അംഗത്വമല്ലോ അല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയത്. ഇപ്പം എന്തായി കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആൽബർട്ട് പറയുന്നുണ്ട്, എടാ ഞങ്ങൾ വന്നപ്പോൾ ആദ്യം നീയും കൂടി ചേർന്നല്ലേ പറഞ്ഞത്, കാരണം അവളെ കൂട്ടണ്ട, അവളെ നമ്മൾ തുരത്തണോ നീയല്ലേ പറഞ്ഞേ. എന്നാ ചെയ്യാനാ, ഇപ്പം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യമാർ സമ്മതിക്കുന്നില്ല, അവൾമാർ ഇതിൻ്റെ അത് ഇടങ്കോലിട്ടുകൊണ്ടാണല്ലോ ഇങ്ങനെ ഈ സംഭവം നടന്നത്. ഇപ്പം ഞാനിപ്പോൾ എന്നാ ചെയ്യാൻ വേണ്ടിയാ, കുറേയൊക്കെ നമ്മൾ പരിശ്രമിച്ച് നോക്കി അവരുടെ കൂടെ നിൽക്കാൻ വേണ്ടി, അതായത് പിള്ളേരുടെ കൂടെ നിൽക്കാൻ വേണ്ടി. പക്ഷേ ഇതിപ്പം ഭാര്യമാർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആണത്തമില്ല, നിങ്ങൾക്ക് കാണത്തുമില്ല, നിങ്ങളുടെ ചേട്ടനെ പേടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പം കണ്ട അവൾമാരെല്ലാം കാലുവാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റപ്പറ്റ നമ്മളെ അവോയ്ഡ് ചെയ്തിട്ട് അവൾമാരിപ്പം അവരെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇപ്പം അവളെ ഇതിൻ്റെ അകത്ത് ഡൈനിങ് ഹാളിൽ കൊണ്ടുവന്നിട്ട് ഇരുത്തി കഴിപ്പിക്കണം എന്നുള്ളൊരു ചിന്താഗതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭാര്യമാരെല്ലാം എന്ന് പറയണം. ഉടനെ അവസരിപ്പിച്ചും പറയാം, എന്തായാലും റോബിച്ച നീ പോയി അവളെ വിളിക്ക്, നമുക്ക് സംസാരിക്കാം, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. അങ്ങനെ നടക്കത്തില്ല, നിങ്ങളാണ് അവളെ ഇറക്കിക്കൊണ്ട് പോയത്, അല്ല നിങ്ങളാണ് അവളെ കയറണ്ട, നിനക്ക് ഈ വീട്ടിൽ കയറാൻ എന്നാടി യോഗ്യതയുള്ള, നിനക്ക് ഈ കുടുംബത്തിൻ്റെ ഒരു അംഗമായിട്ട് ഞങ്ങൾ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞത് നിങ്ങളല്ലേ, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അത് ഇടപെടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നല്ല ഗംഭീരമായിട്ട് മനസ്സെല്ലാവരുടെയും മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അടുത്ത് നമ്മളത്തേക്ക് അടുക്കളയിൽ ഭയങ്കര ചിരിയും ബഹളം, അതായത് അവതക്കുട്ടി അപ്പച്ചനും ഉണ്ട്, പിന്നെ പിള്ളേരും ഉണ്ട്, അലീനും ഉണ്ട്, എല്ലാവരും ഭയങ്കര ചിരിയും കളി, അതിൻ്റെ ഇടയ്ക്ക് ഷെറിനും ഉണ്ട് കൂടെ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാം കിടക്കാൻ പോവുകയാണ്. അങ്ങനെ കിടക്കാൻ പോയപ്പോഴത്തേക്ക് നമ്മുടെ വത്സമ്മ ഔസേപ്പച്ചനോട് പറയണ, എന്താണേലും നിങ്ങളുടെ ചേട്ടനൊരു ഭാഗ്യം ചെയ്തതെന്ന് പറഞ്ഞു. അതെന്തായാലും ഞാൻ അങ്ങനെ പറയാൻ കാരണം, അല്ലെങ്കിൽ ഇതുപോലൊരു മാലാഖയായിട്ടൊരു പെണ്ണിനെ നിങ്ങൾക്ക് അവർക്കും മകളായിട്ട് കിട്ടത്തില്ല. നമ്മൾ വിചാരിച്ച പോലെയല്ല, അവളൊരു ആട്ടിൻകുട്ടി പോലെയാണല്ലോ അവള്. ഞാൻ വിചാരിച്ചത് അവൾ ഇവിടെ വന്നത് കുറേ നമ്മുടെ സ്വത്തും കാര്യങ്ങളെല്ലാം, ലാലിച്ചൻ്റെ സ്വത്തും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകാനും അങ്ങനെ അടിച്ചുകൊണ്ട് പോകാനൊക്കെയാണ്. വർഷങ്ങൾ കഴിഞ്ഞ് അതൊന്നും ഇല്ലാത്തവർക്ക് പെട്ടെന്ന് കിട്ടുമ്പോഴത്തേക്കുള്ള ഒരു ആക്രാന്തമുണ്ടല്ലോ, അതൊക്കെ അവളിൽ ഉണ്ടെന്ന് നമ്മൾ കരുതിപ്പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശരിയാ, ഇപ്പം എന്താ ഇപ്പം ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയാം, വേറൊന്നും ചെയ്യാനില്ല, കാരണം അവൾ അങ്ങനെയുള്ള പെട്ടവളല്ല, അവളുടെ കയ്യിലിരിക്കുന്നതും കൊടുത്തിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു. അവൾ സ്നേഹനിധിയായ ഒരു പെണ്ണാണ്. അവൾ ഒരിക്കലും നമ്മളെ വിട്ടുപോകാനോ നമ്മുടെ കൂടെ നമ്മളിൽ നിന്ന് അകന്ന് മാറി നിൽക്കാനോ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു പെണ്ണാണ്. അതുകൊണ്ട് എടുത്തു പറയുക, ലാലിച്ചിന് കിട്ടിയ ഏറ്റവും നല്ല കൊച്ച് അവൾ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ബാക്കി മൂന്നെണ്ണവും അപ്പനെ കാണണോ സംസാരിക്കണോ ഇടപെടണോ എന്നില്ല. അത് റീത്താമ്മയുടെയും എൽസമ്മയുടെയും ബാക്കി കേട്ട് ആ പിള്ളേർ നിൽക്കുന്ന, ആ പിള്ളേർക്ക് എങ്ങനെ സ്നേഹം കിട്ടാനാ? ഞാൻ നോക്കിയിട്ട് അലീനയുടെ അത്ര നല്ലതായിട്ടൊരു കൊച്ചിനെ കാണാനില്ല, നമ്മുടെ കുടുംബത്തിൽ കയറ്റാനില്ല. അതുപോലെ നല്ലതാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, അവളെല്ലാം വിളിച്ചു വരുത്തി അവളോട് ക്ഷമയൊക്കെ പറഞ്ഞ് അവളെ കൂട്ടി വരുത്തിയിരുന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ നോക്കുക. നമുക്ക് നാളെ ഈ കുടുംബത്തിൽ അവളൊരു സന്തോഷം. നമ്മുടെ പിള്ളേരൊക്കെ അവൾ എങ്ങനെയാണ് നോക്കുന്നത്? കാരണം നമ്മൾ ഇത്ര ദിവസം കരുതിയതുപോലെ നമ്മളെയൊക്കെ നിമിഷ നേരം കൊണ്ട് മറന്ന അപ്പനും അമ്മയും എന്നുള്ള രീതി മറന്നിട്ട് ഒരു പെങ്കൊച്ചിനോട് സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയട്ടെ, പിള്ളേർക്ക് മനസ്സിലാകാതിരിക്കത്തില്ല എന്ത്, കാരണം സ്നേഹം എവിടുന്നാ നല്ലത് കിട്ടുന്നത് എന്ന് മനസ്സിലാകാതിരിക്കത്തില്ല. അതുകൊണ്ട് പറയുക, അവൾമാർ പിള്ളേരെല്ലാവരും അലീനയുടെ കീഴിലാണ്, അലീന പറയുന്നത് കേൾക്കത്തുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി അവളുടെ പുറകെ പോകാനോ അല്ല അവളെ വഴക്ക് പറയാനോ ഒന്നും നിൽക്കരുത്. കാരണം നിങ്ങളുടെ മകൾ ഇപ്പം ലാലിച്ചനും അവതക്കുട്ടി അപ്പച്ചനും പറഞ്ഞിട്ടുണ്ടല്ലോ, അലീനെന്ന് പറഞ്ഞ മകളാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആര് ചെയ്ത് തെറ്റാണോ? കാരണം നിങ്ങളൊക്കെ ചെയ്ത് തെറ്റാ, ഞാൻ എന്താടി ചെയ്ത്? നീ എൻ്റെ അപ്പനോട് പോയി ചോദിക്കുക, അപ്പനറിയാം ഈ കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പനറിയായിരിക്കും കാര്യങ്ങൾ.
ഈ കാര്യങ്ങൾ ശരിക്കും എങ്ങനെയാണ് ഈ കൊച്ചു ഒറ്റപ്പെട്ടതും അനാഥാശ്രമത്തിലായത് എന്നൊക്കെ അറിയാമെന്നൊക്കെ ഞങ്ങളുടെ കുടുംബത്തൊന്നും ചിലപ്പോൾ അവളുടെ അമ്മയുടെ കുടുംബത്തിലുള്ളവരായിരിക്കും ഇതെല്ലാം ഇല്ലാതാക്കി കളഞ്ഞു. അല്ലെങ്കിൽ ആ കൊച്ചിനെ നമ്മൾ ഇവിടെ വളർത്തത്തില്ല. നമ്മൾ ആരെങ്കിലും അങ്ങനെ ഒരു കൊച്ചിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന കാര്യമുണ്ടോ, അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അവസപ്പിച്ചും ചോദിക്കുകയാണ്. എന്തായാലും കുഴപ്പമില്ല, നാളെ മുതൽ അവളിവിടെ തങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ എല്ലാവരും നോക്കണം. അവളെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കാരണം സാന്ദ്രമോൾ എന്തായിരുന്നു, സാന്ദ്രമോള് അപ്പൻ്റെ അതേ ഗുണം, നിങ്ങളുടെ അതേ ഗുണമായിരുന്നു. അവള് ഒരാളോടൊരു മൂശാട്ട കാണിച്ചു കഴിഞ്ഞാൽ അതുപോലെ എടി ഞാൻ എന്നെ മൂശാട്ടക്കാരനാണോ എന്ന്, അതങ്ങനെ തന്നെയാണ്, നിങ്ങളൊരു മൂശാട്ടക്കാരനാണ്. ഒരാളെ വെറുക്കണമെന്നുണ്ടെങ്കിൽ വെറുത്ത് കളയും. അപ്പം കൂട്ടിച്ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാതിരിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ഒരു സ്വഭാവക്കാരനായിരുന്നു നിങ്ങളും അവരെല്ലാവരും. പക്ഷേ അവരെല്ലാം സാന്ദ്രമോള് അവളോട് മിണ്ടാതെ പറയാൻ നടക്കുമായിരുന്നു. ലാസ്റ്റ് ഇതാണ്ട് ഇപ്പം അലീന ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ച് ഓടി ചാടി നടക്കുകയാണ്. അത് കൂടാതെ അവളെ കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുന്ന എന്തൊക്കെയാണോ കൊച്ചു കാണിക്കുന്നത് ഒരു പിടുത്തമില്ല. അത്രമാത്രം സ്നേഹവതിയായിട്ട് ഇപ്പം മാറിയിരിക്കണം നമ്മുടെ മോള് സാന്ദ്ര. അതുകൊണ്ട് അവളെ ദയവ് ചെയ്ത് വിളിച്ചു വരുത്തണം എന്നുള്ള രീതിയിൽ നമ്മുടെ വത്സമ പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞ് അടുത്ത പിറ്റേ ദിവസം രാവിലെ കാണിക്കുമ്പോഴത്തേക്ക് ഷിബിയും നമ്മുടെ ആര്യനും കൂടി ചെന്ന് അപ്പമൊക്കെ കള്ളപ്പാലും ചുട്ട് പിള്ളേർക്ക് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പടപടയെന്ന് എല്ലാവരും വന്ന് ആക്രാന്തം കാണിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കുവാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ പ്ലേറ്റ് ഇട്ട് ക്യൂ ആയിട്ട് നിൽക്കുകയാണ്. ഉടനെ ആൻസി ദേഷ്യപ്പെട്ട് ചോദിക്കുക, നിങ്ങൾക്ക് എന്തിനാ പിള്ളേർ ഇത്ര ആക്രാന്തം, നിങ്ങൾക്ക് തന്നെയല്ലേ ഉണ്ടാക്കുന്ന ആ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ തരുമല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഒരു നാടകം ആൻറ്റി. കാരണം ഞാൻ അപ്പോൾ ജോസിറ്റി പറഞ്ഞ ഇതൊക്കെ ഒരു നാടകം ആൻറ്റി, കാരണം നമുക്കൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഇതാക്കി എന്നെ ഐക്യദാർഢ്യം തന്നെ അതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞുകൊണ്ട് ലാസ്റ്റ് നമ്മുടെ അവതക്കുട്ടിയുണ്ട്. അവതക്കുട്ടി അപ്പച്ചനും നിന്ന് ഫുഡൊക്കെ മേടിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും തറയിലിരിക്കുകയാണ്. തറയിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഔസേപ്പച്ചൻ അങ്ങോട്ട് വരികയാണ്. ഔസേപ്പച്ചൻ തലേ ദിവസം വത്സമ പറഞ്ഞതനുസരിച്ച് എല്ലാം കേട്ട് തന്നെ പിന്നെ സ്വയം ചിന്തിച്ചു എന്താ അതിൻ്റെ പോക്കും കാര്യങ്ങളെല്ലാം ചിന്തിച്ചിട്ട് ഔസേപ്പച്ചൻ വന്നിട്ട് പറയുന്നുണ്ട്, നീയാണ് ഈ പിള്ളേരെല്ലാം ഇവിടെ കൂട്ടിയിരുത്തിയെന്ന് ചോദിക്കും. ഉടനെ റോണിച്ചൻ പറയാണ്, ഞങ്ങളാരും പിടിച്ചിരുത്തിയൊന്നുമല്ല, ഞങ്ങൾ തന്നെ ഇരുന്ന എന്ന് പറയാണ്. അങ്ങനെയല്ലല്ലോ, കാരണം നിങ്ങളെല്ലാവരും സാധാരണ ഇവിടെ ഇതിനു മുമ്പ് വരുമ്പോഴത്തേക്കും അല്ല നിങ്ങളിവിടെ ഉള്ളപ്പോഴും കാരണം ഇവിടെ തന്നെ നമ്മുടെ ഡൈനിങ് ഹാളിലാണല്ലോ വന്നിരുന്ന് കഴിക്കുന്നത്, ഇതിപ്പോൾ എന്നാന്ന് ചോദിക്കും. ഉടനെ ജോസൂട്ടി പറയുകയാണ്, ചേച്ചിക്കില്ലാത്ത സ്ഥാനം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുകയാണ്. ഉടനെ സബിച്ചും പറയാണ്, നീ എഴുന്നേക്ക് അലീന എഴുന്നേക്ക്, നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് പറയാണ്. അങ്ങനെ ചുമ്മാതെ പോകണ്ട ചേച്ചി എന്നൊന്നും മിലൻ പറയാം. ചേച്ചി അങ്ങനെ ചുമ്മാതെ പോകണ്ട, കാരണം ഞാൻ ഇതിന് വ്യക്തമായിട്ട് തീരുമാനവും കാര്യങ്ങളും അതിനനുസരിച്ചുള്ള തീരുമാനവും കാര്യങ്ങളും എടുത്താൽ മാത്രം മതി. അപ്പം ചാച്ചൻ വന്ന് കൂട്ടിക്കൊണ്ട് പോകണം, അത് മാത്രം അതേ നടക്കത്തുള്ളൂ, അല്ലാതെ നടക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ഔസപ്പിച്ചൻ കൈ നീട്ടുവാണ്. കൈ നീട്ടിയിട്ട് ഇങ്ങനെ എഴുന്നേക്കാൻ പറയുമ്പോഴത്തേക്ക് അലീന ഒരു കൈ തറയെ കുത്തിയിട്ട് ഇങ്ങനെ എഴുന്നേക്കാൻ നോക്കുമ്പോഴത്തേക്ക് ചരിഞ്ഞു വീഴും. അപ്പോൾ സാന്ദ്ര ഇങ്ങനെ പിടിച്ചിട്ട് പറയണേ, ഇത്തിരി ബലത്തോടെയൊക്കെ നിൽക്കി, എന്നെ വിളിച്ചോണ്ട് വരാൻ ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഇച്ചിരി ബലത്തോടെയൊക്കെ നിൽക്കിയെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ സാന്ദ്ര എഴുന്നേറ്റ് കൈ പിടിച്ചിട്ട് എഴുന്നേറ്റിട്ട് ജോസൂട്ടിയും കൂടി ചെന്ന് കൈ പിടിച്ച് എഴുന്നേപ്പിച്ചിട്ട് സാന്ദ്ര ആ കൈ എടുത്ത് നമ്മുടെ ഔസപ്പിച്ചിൻ്റെ കൈ കൊടുത്തിട്ട് പറയണം, ഭദ്രമായിട്ട് ഞങ്ങളുടെ ചേച്ചിനെ നോക്കിക്കോണം എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് പറയാം, ഇനിയിപ്പം ഇതുപോലുള്ള പ്രവർത്തനം ഈ കുടുംബത്തിൻ്റെ അകത്ത് ഉണ്ടാകാൻ പാടില്ല, അത്ര രീതിയിൽ ഞങ്ങളുടെ ചേച്ചീനെ സ്നേഹിച്ചോണം എന്നുള്ള രീതിയിലൊക്കെ പറയണം. അത് കഴിഞ്ഞ് തന്നെ അവർ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും റോണി പറയുന്നുണ്ട്, എടാ എന്നാൽ പിന്നെ ഒരു മുദ്രാവാക്യം വിളിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും മിലൻ വിളിക്കാണ്, തോപ്പിച്ചേ ഞങ്ങൾ മൂരാച്ചികളെ തോപ്പിച്ചേ ഞങ്ങൾ മൂരാച്ചികളെ തോപ്പിച്ചേ എന്നുള്ള മുദ്രാവാക്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ കറക്റ്റ് ഡൈനിങ് ഹാളിൽ സിറ്റിങ് അതായത് കസേര അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് പറയാം, എടാ ഒരു ഇംഗ്ലാസ് എന്താന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. ഉടനെ അത് കേട്ട പാതി കേൾക്കാത്ത പോലെ നമ്മുടെ റോണി വിളിക്കാണ്, അല്ല ജോൺ പോൾ വിളിക്കാണ്, ഈങ്കുലാ ചിന്താബാദ് അതവൻ്റെ ആ ചെറുപ്രായത്തിനുള്ളതായിട്ടല്ല നാക്ക് തിരിയാത്തിൻ്റെ രീതിയിൽ അങ്ങനെയൊക്കെ വിളിക്കുകയാണ്. അത് കഴിഞ്ഞ് നേരെ വന്ന് ഡൈനിങ് ഹാളിൽ വന്ന് കസേര ഇരുന്ന് എല്ലാവരും കഴിക്കാനിരിക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും സന്തോഷം. അപ്പോഴത്തേക്ക് ചോദിക്കുന്നുണ്ട്, സാന്ദ്ര ചോദിക്കുന്നു, ചേച്ചിയുടെ കണ്ണെന്തിനെന്നറിയുന്നത്, ചേച്ചിക്ക് അറിയേണ്ട ആളല്ലല്ലോ, ചേച്ചീനെ ഒറ്റപ്പെടുത്തിയത് ആൾക്കാരൊക്കെ വേറെ ആൾക്കാർ, അവരാണ് കരയേണ്ടത്. ചേച്ചിയുടെ സ്നേഹം കിട്ടാതെ ആ ഒരു നിമിഷമെങ്കിലും ചേച്ചിയുടെ സ്നേഹം കിട്ടേണ്ടത് വലിയ പുണ്യം തന്നെ. ചേച്ചിയുടെ സ്നേഹം കിട്ടാതെ നടന്നതായിട്ടുള്ള അവരെ ചേച്ചി തന്നെ മാറ്റി നിർത്തേണ്ട. അതുകൊണ്ട് ചേച്ചിയോട് ഞാൻ പറയാം,
അവരെ വിട്ടുകള, ചേച്ചി എന്തിനാ വിഷമിക്കുന്നേ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചേച്ചി കരയാതെന്ന് പറയുമ്പോഴത്തേക്ക് സാന്ദ്രമോൾ ബാക്കിൽ കൂടെ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് തൻ്റെ കണ്ണുനീര് കണ്ണിൽ നിന്ന് ഇങ്ങനെ തുടച്ച് കളയാണ് നമ്മുടെ സാന്ദ്രമോള്. അപ്പം എല്ലാവരും സന്തോഷത്തോടെ, അപ്പം എല്ലാവരും ഔസപ്പിച്ചനും ആൽബർട്ടും എല്ലാം പറയുന്നത് ഞങ്ങളോട് ഞങ്ങൾക്ക് അറിയത്തില്ല കാര്യങ്ങൾ, താൻ അങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ അലിനി അങ്ങനെയാണ് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഞങ്ങളുടെ ഔസപ്പിച്ചൻ അല്ലെങ്കിൽ നമ്മുടെ ലാലിച്ചൻ്റെ മകളെ ഞങ്ങൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്യരുതായിരുന്നു. അതുകൊണ്ട് ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല, ഇനി ഇവിടെ നിന്ന് കഴിക്കാം എന്നുള്ള ഇത് പറഞ്ഞു. പക്ഷേ വേണ്ടത്ര രീതിയിൽ ഫുഡ് കഴിക്കാനുള്ള സ്പേസ് അവിടെ ഇല്ലെങ്കിൽ തന്നെ പിള്ളേരും അലിയനെയും ആണുങ്ങളൊക്കെ ഇരുന്നു ഉടനെ. എന്നിട്ട് സാന്ദ്രമോള് പറയും ഇനി ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത്, അങ്ങനെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ വീട് വിട്ടിറങ്ങി പോകും എന്നൊക്കെയാണ് പറയുന്നത്. ഉടനെ അത് ശരിയാന്നൊക്കെ പറഞ്ഞ് മിലനും ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ട് തന്നെ ജോസൂട്ടി പറയുന്നുണ്ട് ഇത് നമ്മൾ ഗംഭീരമായിട്ട് ആഘോഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഇത്രമാത്രം ഒരു സന്തോഷത്തിനൊരു ദിവസം വന്നതുകൊണ്ട് ഈ ചേച്ചിയുടെ സന്തോഷത്തിനും നമ്മുടെ സന്തോഷത്തിനും ഇവിടെ ആടും മാടും കോഴി സാമ്പാറും തോരനും അവിയലും ഇതെല്ലാം വെച്ചിരുന്നു എല്ലാം ഗംഭീര ഒരു സദ്യ ഇന്ന് തന്നെ ഉണ്ടാക്കണം. അതിന് പപ്പ തന്നെ മുൻകൈ എടുക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഇവിടെ നിന്നാ എന്താണെങ്കിലും ഞാൻ തന്നെ എല്ലാം കാശ് മുടക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ സാന്ദ്ര പറയാം അതൊക്കെ ജോസൂട്ടി അടിച്ചെടുത്ത് കാശ് അല്ല മില്ലിന് അടിച്ചെടുത്ത് കാശ് ഒക്കെ ഉണ്ട്, പപ്പയുടെ പിന്നെ റബ്ബർ വിറ്റ ക്യാഷൊക്കെ ഉണ്ടെന്ന് മില്ലൻ പറയുകയാണ്. അത് ഞാനൊക്കെ പണ്ടൊക്കെ ആ പരിപാടി നിർത്തി, ഇപ്പം അങ്ങനെ പരിപാടി ഒന്നും ഇല്ല എന്ന് പറഞ്ഞു നോക്കുകയാണ്. ഇതെല്ലാം കോർത്തിരിക്കുക ഒരു അടിപൊളി വിശേഷമാണ് ഇനി കടന്നു വരാനിരിക്കുന്നത്. കാത്തിരുന്നതിനെ കാണാം. നിങ്ങളുടെ ഓരോരുത്തരും സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഒന്ന് ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.